ഹലോ ഗൈസ്, നമ്മളിന്നൊരു വാനില കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ജാറിൽ മുട്ടയും പഞ്ചസാരയും വാനില എസൻസ് കൂടെ ചേർത്തിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ നമ്മൾ 1 ഗ്ലാസ് പാൽ നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഈ ബട്ടർ കുറച്ചെടുത്തിട്ട് കുറേശ്ശെ കട്ട് ചെയ്ത് നമ്മുടെ പാലിൽ ഒഴിച്ചിട്ട് നമ്മളൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണേ. മറ്റൊരു സൈഡിൽ നമ്മളൊരു പാത്രത്തിൽ 1 കപ്പ് മൈദയും കുറച്ച് ഉപ്പും കുറച്ച് ബേക്കിംഗ് പൗഡറും ഇടുന്നുണ്ട്. ആ പാത്രത്തിൽ നമ്മുടെ മിക്സറെല്ലാം ഒന്ന് ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മളൊന്ന് അരിച്ചെടുക്കുകയാണേ. പിന്നെ ബേക്കിംഗ് ടിന്നിൽ നമ്മൾ മൈദപ്പൊടിയും ബട്ടറൂടെ തേച്ച് അതൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മുടെ മിക്സർ നല്ല രീതിയിൽ പതിയെ ഇളക്കിയിട്ട് അതിനകത്ത് ഈ പാലിൻ്റെ മിക്സറൂടെ ഒഴിച്ചിട്ട് പതിയെ ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ശേഷം നമ്മുടെ ടിന്നിനകത്തോട്ട് ഒഴിക്കുന്നുണ്ട്. നമ്മൾ ഓവനിലല്ല, പാനിലാണ് ഇതൊന്ന് നമ്മുടെ കേക്കൊന്ന് ബേക്കാക്കാൻ വെക്കുന്നത് കേട്ടോ. അതിൽ നമ്മൾ 40 മിനിറ്റ്സാണ് വെക്കുന്നത്. നമ്മളൊരു 35 മിനിറ്റ്സ് ആയപ്പോഴത്തേക്കും ഒന്ന് ജസ്റ്റ് തുറന്ന് നോക്കി, അതൊന്ന് സെറ്റായോ എല്ലാം നോക്കിയാണോ നോക്കാൻ വേണ്ടി തുറന്ന് നോക്കിയപ്പം നമ്മുടെ കേക്കെല്ലാം അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മളൊരു കുറച്ച് നേരം കൂടെ ഒരു 5 മിനിറ്റ് കൂടെ വെക്കാമെന്നുള്ള രീതിയിൽ നമ്മളൊരു 5 മിനിറ്റ് കൂടെ വെച്ച് നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് സെറ്റായി. അത് കേക്കൊന്ന് ആ ചൂടൊക്കെ ഒന്ന് മാറി അതൊന്ന് എടുത്ത് നോക്കിയപ്പോൾ നല്ല രീതിയിൽ അത് ഇളകി വന്നായിരുന്നു കേട്ടോ. അത് പിന്നെ അമ്മ കുഞ്ഞതായിട്ട് സ്ലൈസൊക്കെ ചെയ്ത് സെറ്റാക്കി എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നപ്പോഴത്തേക്കും കേക്ക് നല്ല സോഫ്റ്റായിരുന്നു. കഴിച്ചപ്പോഴാണ് കൊല്ലം സുപ്രീമിലൊരു കേക്ക് ഉണ്ട് ഇതേപോലെ, ആ സെയിം ടേസ്റ്റ് ആട്ടോ എനിക്ക് ഫീൽ ആയത്. ബൈ.